ഭയങ്കര ചിക്കൂട്ടാ സെറ്റല്ലേ? ഹലോ 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 ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഓണത്തിൻ്റെ രണ്ടാമത്തെ ദിവസമായിട്ടോ. അപ്പോൾ ഞങ്ങളുടെ കസിൻസ് എല്ലാവരും ഉണ്ട്. ഞങ്ങൾ കുറച്ച് ഓണം സംബന്ധിച്ച് കുറച്ച് കലാപരിപാടികൾ ഗെയിമുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചിലപ്പോൾ ഞാൻ പാർട്ട് 1 ഉം 2 ആയിട്ടായിട്ട് ഇടുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഫുള്ളായിട്ട് ഇടും. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. ഇതെൻ്റെ കസിനാണ്. ബാക്കി കസിൻസൊക്കെ പിന്നാമ്പുറത്തുണ്ട്. പിന്നാമ്പുറത്തുണ്ടെന്ന് വെച്ചാൽ ക്യാമറയുടെ ഓണവയിൽ ഓളങ്ങളിൽ താലി കെട്ടും. ഗെയിം കളിക്കാല്ലേ? അത് അവിടെ ചിറ്റയുടെ മോനും അതിൻ്റെ ചേച്ചി, പിന്നെ ഇത് ചിറ്റയുടെ മോള് കഴിക്കുന്നത് മൈ ട്രോഫി, പിന്നെ അവിടെ ചേച്ചി, അതിൻ്റെ കെട്ടിയോൻ, അത് ചേച്ചി, ബാക്കി കുറച്ചൊക്കെ കിടന്ന് ഉറങ്ങാട്ടോ. ഞങ്ങൾ രണ്ടുപേരുടെ യൂട്യൂബ് ചാനൽ ഇടുന്നതുകൊണ്ട് രണ്ടുപേരും സെപ്പറേറ്റ് ഗെയിമുകളാണ് ചെയ്തേക്കുന്നത്. സുന്ദരിനെ കണ്ട് ഇത് ചേച്ചിയുടെ ചാനലിലേക്കുള്ള സുന്ദരിനെ വരച്ചതാണ്. ഇത് വരച്ചത് ഞങ്ങളുടെ ചേച്ചിയാണ്. ഞങ്ങൾക്ക് പ്രിന്റെടുക്കാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ട് ചേച്ചിയുടെ കലാവിരുതാണ് കാണുന്നത്. ഇത് സെക്കൻഡ് ചാനലിലേക്കുള്ള ചേച്ചിയുടെ. അപ്പോൾ ആദ്യത്തെ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ കാണിച്ചു തരാട്ടോ. ഫസ്റ്റ് ഗെയിം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ചിട്ട് ഉള്ളൊരു ഗെയിമാണ്. സെക്കൻഡ് ഗെയിമും അത് തന്നെ കേട്ടോ. പക്ഷേ അതിനകത്ത് കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഞാൻ രണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാം, സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നേരെ ഗെയിമിലേക്ക് പോകാം. ഗെയിം തുടങ്ങുമ്പോൾ എന്താണ് ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ദേ നമ്മുടെ ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടെ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ ഗെയിം കളിക്കാൻ പോകുന്നത്. പിന്നെ ആദ്യത്തെ ഗെയിം ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ എടുക്കുന്നില്ല. ഞാൻ രണ്ടാമത്തെ ഗെയിമാണ് ഈ വീഡിയോയിൽ ആഡ് ചെയ്യണത് കേട്ടോ. രണ്ടാമത്തെ ഗെയിം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളൊരു ഗെയിമാണ്. അതായത് നമ്മൾ ഗ്ലാസ് നിരത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചിട്ട് ബോള് ഊതി ലാസ്റ്റ് ഗ്ലാസ്സിലേക്ക് ഇടാന്നുള്ളതാണ് നമ്മുടെ ഗെയിം. അപ്പോൾ അത് ഓരോ എയും ബിയും ആയിട്ട് 2 ടീം നമുക്ക് തിരിച്ചിട്ടുണ്ട് കേട്ടോ. എ ടീമും ബി ടീമും ആയിട്ട്. അപ്പോൾ അതേ ഇപ്പറേ എത്തുന്നതാണ്, അതായത് ആ ഗ്രീൻ കളറ് ബോൾ ഊതുന്നതാണ് എ ടീം, മറ്റേത് ബി ടീം ഇട്ടാ. അപ്പോൾ അതെൻ്റെ അച്ഛനാണ്, അപ്പുറത്തെ എൻ്റെ കസിനാണ്. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള മത്സര പോരാട്ടാട്ടോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ആദ്യം കസിനായിട്ട് ഊതിയത്, അവന് പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ അവളെ ചേർത്തു. ദീപ്പറ കേട്ടോ നമ്മുടെ ടീമിൻ്റെ ആദ്യത്തെ ഇത് പിന്നെ രണ്ടാമത് ചേട്ടനായിട്ട് ഊതി, അതും സെറ്റായിട്ട്. മൂന്നാമത് വല്യമ്മ വന്നിട്ടുണ്ട്. വല്യമ്മയുടെ മത്സര പോരാട്ടമായിട്ടോ കാണാൻ പോകുന്നത്. എൻ്റെ പൊന്നെ ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ, ഭയങ്കര പാടാട്ടോ. ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പുറത്തെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മത്സര പോരാട്ടാട്ടോ. വലിയച്ഛനും വല്യമ്മയാട്ടോ. അത് ആര് ജയിക്കും നമുക്ക് നോക്കാവേ. സ്കൂളിൽ പഠിക്കുമ്പോൾ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. അപ്പോൾ അതേ 2 കൂട്ടരുടെ മത്സര പോരാട്ടാട്ടോ കാണുന്നത്. വലിയച്ഛൻ ആദ്യം തന്നെ ജയിച്ചു കിട്ടാ. പക്ഷെ വല്യമ്മ വിട്ടു കൊടുക്കില്ല കേട്ടോ. വല്യമ്മ അപ്പറയുന്ന ചേട്ടന്മാരെന്ന് പറയുന്നുണ്ട് ഇടുന്നു. പക്ഷെ നമ്മൾ കാണുന്ന പോലെ ഇല്ല കേട്ടോ, സിമ്പിളല്ല സാധനം. അങ്ങനെ അതേ എൻ്റെ ചേച്ചി വീണ്ടും മത്സരിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നീ തീർന്നു, ഇത്ര അഹങ്കാരം പാടില്ലടാ. അപ്പോൾ അതേ അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള കടുത്ത പോരാട്ടാട്ടോ. എന്തോന്ന് ഈ പച്ച ബോൾ ഊതുന്ന വല്യമ്മയുടെ ടീമാട്ടോ എൻ്റെ ടീം, എ ടീം, മറ്റേത് ബി ടീം. അപ്പോൾ ചേച്ചിയുടെ പകുതി എത്തിയപ്പോൾ വീണ്ടും പോയി. ഒന്നീന്ന് വീണ്ടും തുടങ്ങണം. അങ്ങനെ പാതി വെച്ച് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒന്നീന്ന് തുടങ്ങണം കേട്ടോ. അങ്ങനെയാണ് അവരുടെ വീണ്ടും പോയി. അതിൻ്റെ ഇടയ്ക്ക് വെള്ളമാണ് ഊതി. ബോളും ഊതാൻ പറയും, വെള്ളം ഊതി കേട്ടോ ഞങ്ങൾ കളയണത്. ബോളും എല്ലാം ഊതുന്നത്. അങ്ങനത്തെ വല്യമ്മ ഇട്ടുട്ടോ. ഇനി അടുത്തതാണ് നമ്മുടെ ശ്രീകുട്ടി ഇറങ്ങിയത് കേട്ടോ. ഇതിലാണ് കുറച്ച് കോമഡി ഉണ്ട്, നിങ്ങൾക്കത് കണ്ടോ മനസ്സിലാവും. അപ്പോൾ നമുക്ക് അടുത്ത ആൾക്കാരെ നോക്കാം. ചേച്ചിയുടെ ഓൾമോസ്റ്റ് അടുത്തെത്തിയിട്ടുണ്ട്. അത് വീഴുന്ന തോന്നുന്നത്. അപ്പോൾ ദേ അപ്പറ എൻ്റെ ചേച്ചിയും ഇപ്പറ ശ്രീകുട്ടി കേട്ടോ. അപ്പോൾ അതിലാര് ജയിക്കുന്നു നമുക്ക് നോക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് ഒരു ബക്കറ്റ് വെള്ളം കഴിഞ്ഞു ഗൈസ്. ഞാൻ അടുത്തത് എടുത്തിട്ട് വേണം. അങ്ങനെ ദേ ശ്രീകുട്ടി അടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് വീഴോ ഇല്ലയെന്ന് നോക്കാം. അപ്പോൾ ദേ അപ്പുറം വീണും പോയും കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പുറത്തെ ടീമുകാർ.
ഇവിടെ ഇരുന്ന് ചേട്ടന്മാർ പറയുന്നുണ്ട് ഇടി നീ ബോളിലേക്ക് ഉതടി, വെള്ളത്തിൽ ഊതാണ്ട് ബോളിലേക്ക് ഉതടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അദൂസ് ദേ അവിടെ കഠിനമായ പോരാട്ടത്തിലാണ് നമ്മുടെ അദു. ഇതിലാര് ജയിക്കും നമുക്ക് നോക്കാവേ. അപ്പോൾ അടുത്തത് എന്തോന്ന് അപ്പു ചേട്ടായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പുറം അദൂസിൻ്റെ ഇതുവരെ ഇട്ടിട്ട് തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ചേട്ടായി ഇടൂട്ട പെട്ടെന്ന് തന്നെ ഇടും. ചേട്ടായി ഇതിലാന്ന് തോന്നുന്നു വീഴും. ചേട്ടായുടെ വീണു കേട്ടോ. പിന്നെ അതേ ഞാനാട്ടാ നെക്സ്റ്റ്. ഞാനും കുറേ പാടുപെട്ടു. ആദ്യം എനിക്ക് കിട്ടിയില്ല, പിന്നെ ഒരുപാട് സമയം എടുത്തില്ല, പിന്നെ ഞാൻ ഇട്ടു കേട്ടോ. വീണ്ടും അവർക്ക് എത്ര പോയിൻ്റായി എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. നമ്മളിപ്പോൾ ഓൾറെഡി ശ്രീക്കുട്ടി ഞാനും ബാക്കി എല്ലാവരും ഇട്ടിട്ടുണ്ട്. അപ്പം അതേ ഞാൻ ബോൾ ഇട്ടിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ശ്രീക്കുട്ടി വന്നിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ ടീമിൽ ശ്രീക്കുട്ടിയും കൂടി ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീക്കുട്ടിയും കൂടി ഉള്ളൂ. പിന്നെ അപ്പുറത്തെ ടീമിൽ രണ്ടുപേരും കണ്ട് ബാക്കിയുണ്ട് കേട്ടോ. അപ്പം അവൾക്ക് എങ്ങനെയാണ് ഊതണേന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം കേട്ടോ. വീണ്ടും നമ്മുടെ ശ്രീക്കുട്ടിയും അദൂസും നേരെ വന്നിട്ടുണ്ട്. അപ്പം അതേ ഇത് ചേട്ടനും അനിയത്തിയും തമ്മിലുള്ള മത്സരാട്ടോ. ഇപ്പുറത്തത് നമ്മുടെ ആരി ചേച്ചി ഊതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശ്രീകുട്ടി ആരി ചേച്ചി തമ്മിൽ മത്സരം. അതുകൊണ്ടാണ് പറഞ്ഞത്. വീണ്ടും പോയാ ശ്രീകുട്ടി നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്നു. അപ്പോൾ ആദ്യത്തെ ഗെയിമിൽ നമ്മുടെ ടീമായിട്ട് വിജയിച്ചത്. നമുക്ക് അടുത്ത ഗെയിമിലോട്ടേക്ക് പോവാട്ടോ. അപ്പോൾ അടുത്ത ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബലൂൺ വെച്ചിട്ട് പൊട്ടിക്കലാണ്. അതായത് രണ്ടുപേരും അപ്പുറം ഇപ്പുറം നിൽക്കും. എന്നിട്ട് ബലൂൺ വെച്ചിട്ട് ബലൂൺ നടുക്ക് വെച്ച് പൊട്ടിക്കണം കേട്ടോ. രണ്ട് ടീമായിട്ട് തന്നെയാണ് ഇതും. ഞാൻ വലിയ ആഞ്ഞ് ശ്രമിച്ചിട്ടും പൊട്ടണ്ടായില്ല. എന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ. ആ ബലൂണിൻ്റെ പ്രശ്നം തോന്നണേ. പൊട്ടിക്കണോ എങ്കിൽ അനുഭവിച്ചു. ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. അപ്പോൾ അതേ ശ്രീക്കുട്ടി അപ്പുച്ചേട്ടായും കയറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ മാറി നിന്ന് സമയം ടൈം വെച്ചിട്ടുണ്ട്. 5 മിനിറ്റാണ് ടൈം. അപ്പം അതിനുള്ളിൽ തീർക്കണം. അപ്പം അപ്പുറം അവരും നല്ല പോരാട്ടത്തിലാണ്. വലിയ ശ്രീക്കുട്ടൊന്നും അവർ പെട്ടെന്ന് ആമ്പിള്ളേർ പെട്ടെന്ന് പൊട്ടിക്കേണ്ട കേട്ടോ. നമുക്കാണ് ഇത്തിരി ബുദ്ധിമുട്ട്. എന്നിട്ട് ഇതേ അച്ചായും അപ്പുചേട്ടായും കൂടി ഇറങ്ങിയിട്ട പൊട്ടിക്കാനായിട്ട്. ജയിച്ചത് ഞങ്ങളുടെ ടീമാട്ടോ. അടുത്ത ഗെയിം ഉണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ നമുക്ക് കാണാം കേട്ടോ.